ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യാൻ പോകുന്ന കേസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാളെ ജിതിയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് സാധാരണ എല്ലാ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ഒരു പണി, ഒരു സർപ്രൈസ് കൊടുക്കലില്ല. അപ്പം ഇന്നും 12 മണിക്ക് തന്നെ പണി കൊടുക്കാം, മീൻസ് ഒരു പാർട്ടി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ഒരു കലാപരിപാടികളിലാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നോക്കാം. ഞാൻ ഫോണ് ചാരുവിൻ്റെ കൊടുക്കുന്നതാണ്, കാരണം എനിക്കിവിടെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചാരുവിനോട് വീഡിയോ എടുക്കാൻ പറയും. അപ്പോൾ അടുത്ത് ഫോൺ കൊടുത്തിട്ട് വരാം. കമോൺ ഗെയ്സ്, നമ്മളപ്പം കാറിലാണ് സംഭവം എല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും കുറേ അൽക്കുലത്തെ സാധനം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഫുൾ സെറ്റിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഓപ്പൺ ആണ്, നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് ഓപ്പൺ. അതുകൂടി നോക്കും. അല്ലല്ല, ഇത് ഇങ്ങനെ ഇതാണെങ്കിൽ നല്ല ഭംഗിയിലാവും, നല്ല ഫ്രെയിം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾതാ ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ബലൂണും ഇത് മറ്റേതും. അപ്പോൾ ഇത് ഈ ഒരു സാധനം വീവാണ്ട് നിൽക്കാൻ വേണ്ടി ഞങ്ങളിത് കെട്ടാൻ പോവാണേ. അതുപോലും കൊണ്ട് കേട്ടോ. നമ്മളെ ബർത്ത്ഡേന്റെ ഹാപ്പി ബർത്ത്ഡേ ചെയ്യുവാണ്. ഹാപ്പി ബർത്ത്ഡേ സെറ്റല്ലേ? കേക്കും കൂടെ ഇവിടെ നടക്കി വരുമ്പോ ഗിഫ്റ്റുകള് ഗിഫ്റ്റ് നമ്മൾ ഹാപ്പി ഏതുവാണ് ഹാപ്പി. അവര് കേക്ക് വാങ്ങുന്നുണ്ട്. ഹാപ്പി കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേ ചെയ്യും. കുറച്ച് വലിഞ്ഞിരിക്കണം. ബർത്ത്ഡേ ആണ് ഇങ്ങനെ തൂങ്ങി വരണ്ടേ. സെക്കൻഡ് നമുക്ക് ബർത്ത്ഡേ ആദ്യം ഇല്ലല്ല, ഞാൻ അപ്പോൾ നമ്മൾ ഗിഫ്റ്റും സാധനങ്ങളെല്ലാം ഇതിൽ വെച്ചു. ഇനി കേക്കും കൂടി വെക്കണം. എല്ലാം വെച്ചിട്ട് മൂടി വെക്കലാണ് ഗസ്റ്റ്. ഞങ്ങൾ കാറിലാണ് ഇന്നത്തെ പരിപാടികളെല്ലാം. അപ്പം ഇനി ജിതിയേട്ടൻ വന്നിട്ട് എന്താവോ എന്തോ, ചെറുതായിട്ട് എവിടെയെങ്കിലും പാളാൻ സാധ്യതയുണ്ട്. എന്തായാലും സംഭവം സക്സസ് ആകുന്നതാണ്, അടിപൊളിയായിരിക്കും. ഇനിയിപ്പം വേറെയും കുറച്ച് ആൾക്കാരോട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. അവർ ഞാളിപ്പോൾ പോയിട്ട് ചോറ് തിന്നിട്ട് മാമ കൊണ്ടിട്ടില്ല ഗസ്. അപ്പം ചോറ് തിന്നാം. ഹലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ജിതിയേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്തായാലും ബർത്ത്ഡേ പറഞ്ഞിട്ടാണ് കേക്ക് മുറിക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം ആയിക്കില്ല. അപ്പം സമയം ഇപ്പോൾ ഇത്രയും 11:20 ഇനി അരമണിക്കൂർ കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ എവിടെ പോകുന്നത് ജി? അത് നിങ്ങൾ അത്ര എക്സ്പ്രഷൻ ഇട്ടത് എനിക്ക് ഭയങ്കര വെയിറ്റ് ആയി പോയില്ലേ? നമ്മൾ എവിടെ പോകുന്ന നൈറ്റ് ഡ്രൈവ്. കേക്ക് മുറിക്കാൻ ചാരു വന്നിട്ടില്ല? ഓക്കെ, അപ്പം നമ്മളെല്ലാവരും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഗേൾസ് നൈറ്റ് ഡ്രൈവ് ആണ് ജിതിയേട്ടൻ്റെ വക. പിന്നെ നമുക്കൊന്ന് പുതിയ ഒരാളും കൂടി ഉണ്ട്, ഹരിതൻ്റെ അനിയത്തിൻ്റെ. ഹായ് പറയടി. ഹായ് 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 ഹായ്. അപ്പോൾ എല്ലാവരും കൂടി ഡ്രൈവിന് പോകുന്നുണ്ട്. ഡ്രൈവിന് പ്ലസ് ജിതിയേട്ടൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കേക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, ഇൻ കേസ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി ചില്ലടിച്ചിട്ടിടാം. ആയിട്ടില്ലടി, വന്നിട്ടാ? ആ, അടിച്ചോ അടിച്ചോ. ശുണ്ടരാ ശുണ്ടറ ശുണ്ടറ ശുണ്ടറ. ജിതിയേട്ടൻ എന്തോ എടി ഹരി. കണ്ടോ? അതാരായിരോടീന്? നാളെയല്ലേ ബർത്ത്ഡേ, ഇന്നുണ്ടായ മണിക്കൂർ. ആ അല്ല, ഇത് വണ്ടിയിൽ എണ്ണ അടിക്കണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നേ, ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ആ പോവരുണ്ട്. അപ്പൊ എല്ലാരും കൂടെ പുറത്ത് പോര്. ആരെയും ഇപ്പൊ കണ്ടേ നിങ്ങള്? ഗൈസ്, അപ്പോൾ ചെറുതായിട്ട് ഇവരെ കാണിക്കാനുള്ളത് പാനിപ്പോയി. ഫസ്റ്റത്തെ പ്ലാന് തെറ്റി. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ കേക്ക് വാങ്ങലാണ്. അതും ഇപ്പോൾ തെറ്റാൻ. ഒന്ന് കൊണ്ടുവരാൻ പറയുമോ?
സമയം 11 ആയിട്ടുള്ളൂ. അരമണിക്കൂർ കൂടി ഉണ്ട്. വണ്ടി തുറന്നപ്പോ ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. കേക്ക് കേട്ടോ അപ്പത്തേക്ക് വണ്ടി ഓർക്ക് അതാ ഓലോ വണ്ടിയിൽ നമ്മൾ വണ്ടിയിലോ വെറുതെ അല്ലേ? എവിടെയെങ്കിലും നമുക്ക് ആ സ്കൂളിന്റെ അവിടെ പോയി ആ മറ്റേ ഗീത നമ്മളെ ആ റോഡില് എന്താടാ തിങ്കിക്കോ, അരമണിക്കൂറുണ്ട്. ആ സമയം കൊണ്ട് സ്ഥലം കണ്ടുപിടിച്ചോ. ഞാൻ വിചാരിച്ച ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ കണ്ടുപിടിക്കാന്നാ. അപ്പൊ ശ്രുതിയച്ചിനെ കണ്ടുപിടിച്ചിനി. പുതിയ കവർ ഹൃദയനോടാ. ഇതാണ് എന്റെ അനിയത്തി. എന്താ ഗേൾസ്, ഞങ്ങൾ എങ്ങനെ വണ്ടിയുടെ ഇതെല്ലാം നീക്കിക്കൊണ്ട് പോവുകയാണ്. നൈറ്റ് ഡ്രൈവ്. ഇന്നാരുമില്ല. അറിയണ്ടേ ആടെ വിളിച്ച് ശ്രുതിയച്ചിനെ എത്ര വേഗം കണ്ടുപിടിച്ചിനി. ചാവി കൊടുക്കടി. അതെ, ഈ കാറിന്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് കണ്ടിട്ട് ആടെ ഒളിച്ച ശ്രുതിയച്ചിനെ കണ്ടുപിടിച്ചിക്ക്. തുറക്കേ ഡിക്കി തുറക്കടോ. ഇപ്പൊ പൊട്ടിക്കണ്ട, അത് പിന്നെ പൊട്ടിക്കാം നമുക്ക്. അത് പറഞ്ഞ പോലെ തന്നെ ആയില്ലേ. അടുത്ത വല്ല ലോറിയില്ലാത്ത അതൊന്നല്ല എനിക്കറിയേണ്ടത്. ആടെ നിന്നോലെ കണ്ടി തീരലി സാധനം എന്തുകൊണ്ട് കാണില്ല. എടാ ഞാൻ കവർ എടുത്ത ഞാൻ ആലോചിക്കുന്നില്ല. ഗൈസ്, അപ്പോൾ ഇതെല്ലാം സെറ്റാണ്. പക്ഷെ ഇത് മാത്രം കാണാണ്ട് ഒറ്റ പോക്കങ്ങ് പോയി. എന്തായാലും 12 മണി ആയിട്ടില്ല. ഉണ്ണിയേശു പിറന്നു. ഇപ്പം തീരുമാനമാവും. അപ്പോൾ ബർത്ത്ഡേന്റെ കേക്ക് കട്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഇപ്പം എല്ലാവരും കൂടി വണ്ടി എടുത്ത് റോട്ടുമേലേക്ക് പോകുന്നതാണ്. ഇനി നടുറോട്ട് പോയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ. കൊതു കയറി നല്ലോണം. ഗൈസ്, ആകെ 7 മിനിറ്റ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ആക്കി. ഓ മൈ ഗോഡ്, ഞാനാണ് വണ്ടി പമ്പ് കയറിയിട്ട് 4 മിനിറ്റ് മാത്രം ബാക്കി വരും. അടി ഉണ്ടാക്കിയിട്ട് എണ്ണ അടിച്ചു. ഓൻ എന്നെ ചിരി വരുന്നുണ്ട്, പാവം. എല്ലാം കൂടി എണ്ണ അടിച്ചിട്ട് പോന്നാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളവർക്ക് കൈ കാണിക്കട്ടെ പോയി. ഓയ് വാ 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 ഓല് നോക്കി നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. അയ്യോ, ഇനി അടുത്ത വർഷം ജിതേട്ടൻ്റെ ആഗ്രഹപ്രകാരം ലോറിയിലാണ് കേക്ക് കട്ടി. അല്ല, മറ്റേ ഈ സിനിമ ഇല്ലേ, എന്തായിരുന്നു? ആട് 3 മറ്റേ ജഗതി വരുന്നത് ഈ കാറ് മറ്റേ ലോറിയിൽ വെച്ചിട്ട് കൊച്ചിരാജാവ്. അതുപോലെ ലോറി കാറെടുത്ത് ലോറിയിൽ വെക്ക. ഒരു രാത്രിക്ക് എന്താ
5 മിനിറ്റ്, വെറും 5 മിനിറ്റ് മാത്രമല്ല. ഓടി ഓടി ഈ 5 മിനിറ്റില് വണ്ടി ഇറങ്ങി 11:59 ആകുമ്പോ നമ്മൾ എവിടെ എത്തുന്നു, ആടെ നിർത്തുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ആര് ഇറങ്ങിയാലും ഇല്ലെങ്കിലും നമ്മള് കേക്ക് കട്ട് ചെയ്യും, വേറൊന്നും ഇല്ല. 12 മണിക്ക് കട്ട് ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും നിർത്തിയാൽ മതിയാണ് അല്ലേ? ഇവിടെ ഉള്ള സ്ഥലമില്ലേ, ഇവിടെ ഫുട്പാത്തിൽ നിൽക്കാലോ. പക്ഷെ നമ്മള് ആടിയ വിചാരിക്കുന്നേ എന്റെ അപ്പുറത്ത് തന്നെ നോക്കല്ലേ. നീ ഒരു തീം കൊതുക് കടിച്ചിട്ട് കാല് താഴെ വെക്കാൻ പറ്റുന്നില്ല. ഇനി മാത്രം കൊതുക് ഇടുന്ന കയറിയ അങ്ങനത്തെ പരിപാടികളൊന്നും. നല്ല ഫ്രഷ് എയർ ഉള്ള അപ്പൊ എന്തിനാ AC? അല്ലാണ്ട് ഛർദിക്കുന്നോണ്ടല്ല. ഇനി പോലെയും കത്ത് പോവോ? ഇല്ല, ഓര് വേഗം വരും. ഒരാളിവിടെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി വയലന്റ് ആയിരിക്കും. നിന്റെ അനിയത്തിയല്ലേ, അപ്പൊ ഇത് നേരെ നിങ്ങളായിട്ടൊന്ന് സെറ്റ് ആയി വരുന്നതുകൊണ്ടാണ്. ഇനി എന്ത് സെറ്റ് ആവാനാ? ഇവിടെ നിർത്തിക്കൂടല്ലേ? ഇവിടെ നിന്ന് നിർത്തിക്കൂടാ? 11:59 നമ്മളെ ബാക്കി ആൾക്കാർ വന്നിട്ടില്ല. എന്തായാലും ഇത് ആദ്യത്തെ നല്ലൊരു അടിപൊളി സെലിബ്രേഷൻ ആണ് ഗൈസ്. അപ്പൊ എല്ലാരും വന്നിരിക്കുകയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മളെ ടീം പറ്റൂല, സമയമില്ല. ഇനി സമയമില്ല ആടാൻ പോവാന്. 11:59 അവിടെ പമ്പുന്ന് ഇതായി കേക്ക് മുറിക്കുക. അവിടെ നിന്നിട്ട് കല്ലു നടുറോട്ടില് കേക്ക് മുറിക്കല്. അത് തുറക്കടേ. അവിടെ വെക്കടി, അവിടെ തുറന്നിട്ട് അല്ല അതെ ഗൈസ്, ഞങ്ങൾ എച്ചേന്റെ പുറത്തുനിന്നാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇപ്പൊ വരികയാണ് ലൈവ് സഹിതം നോക്കുമ്പോൾ ചാര് ഡാൻസ് കളിക്കില്ലേ പൊടി. ഞാനത് ഇതൊക്കെ വണ്ടിന് ആരോ എന്റെ മേത്ത് ചാരു ഇത് കൊണ്ടുവരാം. പീസ് എടുക്ക്, പീസ് എടുക്ക്. എന്തിനാ ഇത് വെറുതെ വെച്ചോണ്ടിരിക്കുന്നത്? ലാസ്റ്റ് എല്ലാം കൂടി ഓക്കെ. അതെ അതെ കേട്ടോ. ഞാനാ നിന്ന് ചോട്ടി. എന്തത് പുത്ര സൂമാണ്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ 3U. അടുത്ത വർഷം ലോറി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനിയിപ്പോ ലോറി ഉള്ള ആരെങ്കിലും ആയിട്ട് കമ്പനി ആണോ? അപ്പൊ ലോറി വിളിക്കാനാവൂലല്ലോ. അതാണ് പ്ലാനിങ്. കൊടുത്തുവാ. ഇത് എന്തെന്നാ കളിക്കുന്നേ? എടാ എടുക്കടാ, വേഗം എടുത്തല്ലേ ഇപ്പൊ കിട്ടൂല. അച്ഛാ പാറുവിന് എടുത്താ, കല്ലുവിനും എടുത്താ, ചാരുനും എടുത്തില്ല ജി? ആദ്യം തിന്നൂല, ചെറിയ കഷ്ണം കൊടുത്താ തീറ്റ, പിന്നെ തിന്നു.
അത് മാത്രമല്ല കേക്ക് തിന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. കല്ലിസേ ഇല്ല, പൈപ്സ് ഉണ്ട്. ഇരുമ്പ് അടിയോ കരിക്കണ്ട എൻ്റെ മേൽ. ആയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. അത് തുറക്കുക അതല്ലേ, ചാരി തുറക്കല്ല, അച്ഛൻ തുറക്കട്ടെ. പാറുട്ട് എങ്ങോട്ട് പോഞ്ഞ മധുരം അതാക്കി കൂടെയോ ആ ഫോട്ടോ? ഇവിടെ നിന്നാണ് ആ അങ്ങനെ കൊടുക്കണ്ടേ? പക്ഷെ അപ്പല്ലേ രസം. പിന്നെ നല്ലൊരു ദിവസമായിട്ട് പക്ഷെ ഞാൻ ചാണകം ഉള്ളതിലും കലക്കി മേലേന്ന് താഴത്തേക്ക് വയ്ക്കാനാ വിചാരിച്ചു. അങ്ങനെ എടുക്കുക. കാണിച്ച ഓ അടിപൊളി സെറ്റ് കാണിച്ചാട്ട് ഗൈസ്. ഇത് ഞാളന്ന് മൂകാംബിക പോയ ഫോട്ടോ ആണ് ഗൈസ്. അടിപൊളി ആയിട്ടുണ്ട്. അതില് നല്ല ഫ്രെയിം വായിക്ക് ആ ആ തുറക്ക് ചെയ്യേ. ഓളെന്താ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ്. അല്ല, ഓളൊരു കുഞ്ഞി സമ്മാനം. അയ്യോ അടിപൊളി ആയിക്കിട്ടാ. ഇനി അതിൻ്റെ ഉള്ളിൽ ആ ഗിഫ്റ്റ് എല്ലാം പെറുക്കിക്കാം. നീ മാറ ആ എല്ലാം പെറുക്കിയാ മതി. അതിന് എല്ലാം പെറുക്കി. അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്. ആ ഇന്നുണ്ട്. എന്താ അത് നോക്കാത്തെ? ഓക്കെ ഓക്കെ. ബൈ ദ ബൈ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ അല്ലേ? അടുത്ത വർഷം ലോറി ബുക്ക് ചെയ്യട്ടെ. ഇപ്പേ ബുക്ക് ചെയ്യണം. കഴിഞ്ഞു ഇനിയൊന്നും ഇല്ലാലോ ചാരുവിൻ്റെ ഉള്ളില്. അയ്യോ പോവാന്നാല്. ഇനി നിങ്ങളെ ട്രീറ്റ് അല്ലത്. ഇത് തുറന്നു നോക്കിയാ വൈ അതിലൊന്നും ഇല്ലപ്പാ. പാകാണാ? അപ്പൊ കുഴപ്പമില്ല. കഴിഞ്ഞു ഇതിലൊന്നും ഇല്ല ഇനി. അപ്പൊ ഇന്നത്തെ കേക്കും ഒരു പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത എന്തെങ്കിലും പരിപാടി പ്ലാൻ ഉണ്ടോ നോക്കിയിട്ട് പോയില്ലേ പൊരക്ക് പോയി കടന്നുറങ്ങും ഗൈസ്. അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ എന്താ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നന്ദിയൊന്നും ഇല്ലേ? നന്ദിയുണ്ട്. നന്ദി മാത്രേ ഉള്ളൂ. നന്ദി മാത്രേ ഉള്ളൂ. അപ്പൊ അണിയറയിൽ പ്രവർത്തിച്ച കലാകാരൻ ഗൈസ് ഒരു ഹായ് പറയൂ. ഇവരാണ് ഇന്നത്തെ ഈ മൊത്തം പരിപാടികളും ഏറ്റെടുത്ത സംഘടന സമിതി. മണവാളൻ മറ്റേ ഇതിലാ മണവാളൻ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവീണേട്ടൻ നോക്കിയാണ്. അല്ല മറ്റേ ഇതില്ലേ മണവാളൻ എന്തായിരുന്നു അതിലെ ഡയലോഗ്? ആ അതിന്
അയ്യോ അത് എടുക്ക് ജി വീണാലോ. അത് ഫ്രണ്ടിൽ വെച്ചോ, നമുക്ക് മലക്കോ. ഒരു വാഴ. അയ്യോ പക്ഷെ നല്ല ഫോട്ടോ ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പുറത്തെ ഒരു പേര് ഇതെന്താ മറ്റേ ഭണ്ഡാരത്തിൽ. അയ്യോ പക്ഷെ നല്ലുണ്ട്. കാറിന് വണ്ടിയിൽ സന്തോഷ സൂചകമായി നന്നതെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ ഇതാ പോകുന്നേ പോകുന്നേ. ആ പാട്ട് ഇവിടുന്ന് എന്ത് തക്കാളി കൊണ്ടുപോകാനാ? അല്ല ഗ്യാസ് ഊറ്റി, വല്ല ഗ്യാസ് ഊറ്റി പോയിട്ടുണ്ട്. നാളെ രാവിലെ നമ്മളെ വിളിക്കും. ഇപ്പൊ പോവാന്നാലേ ഞാൻ വിചാരിച്ചു റോഡിന് നടുക്കിറക്കിയിട്ട് മുറിപ്പിക്കാന്ന്. പക്ഷെ ഇവിടെ സേഫ് അല്ലല്ലേ. എന്നാ പോവാ. അങ്ങനെ അവക്ക് ബ്ലോഗ് ആയി. ദിവസത്തിന് ശേഷം ഞാൻ ഒരു വ്ളോഗ് ചെയ്താണ്. വീണ്ടും വ്ളോഗിൽ ഇവരെന്നെ ലാസ്റ്റ് നമ്മളെ വ്ളോഗ് അതല്ലേ. നമ്മളേത് ലാസ്റ്റ് ഇട്ടത്? അല്ല ഓടുന്ന ഫോട്ടോ വേണേനും അല്ലെ ഫസ്റ്റ്. അത് കിട്ടിയിട്ടില്ല, ശ്രുതിയച്ചിന് കിട്ടിയിട്ടില്ല. ഓക്കെ ഓരോ ദിവസം വൈകി ഉറങ്ങും അത്രേ സന്തോഷ. ഹലോ ഉറക്കമുണ്ട് കുറച്ച്. എന്നാ പോവാല്ലേ.